ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഒക്കെ അടുത്ത് വരാറായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് നമ്മുടെ സിലബസുകൾ മനസ്സിലാക്കും, അല്ലെ ഏതെല്ലാം ചാപ്റ്ററുകളാണ് നമ്മുടെ എക്സാമിനുള്ളത് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ടൈമിൽ ഒരു ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, അല്ലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഏത് ചാപ്റ്ററിലാണ് എന്നൊന്നും നമുക്ക് അറിയണ്ടാവും. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയണ്ടാവും, പക്ഷേ ഇത് ഏത് ചാപ്റ്ററിലാണ്, എവിടെയാണ് ഇത് വരുന്നത് എന്നുള്ളതൊക്കെ പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. റെഡി? അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ അക്കൗണ്ടൻസിലെ ആദ്യത്തെ ചാപ്റ്റർ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ നമുക്കറിയാം അതിലെന്താണ് ആദ്യം നമ്മൾക്ക് പ്രോബ്ലമായിട്ട് പഠിക്കാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. പിന്നെ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പഠിക്കും. അതിനുശേഷം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെയും കാൽക്കുലേഷൻ പഠിക്കും. അതിലും 4 മെത്തേഡിലൂടെ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് പഠിക്കും. പിന്നെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് പഠിക്കും. കണ്ടല്ലോ, ആ ഒരു ഓർഡർ നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു ഓർഡറിൽ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി വെക്കുന്നു, അതിൻ്റെ അണ്ടറിൽ ഏതെല്ലാം പാർട്ടുകളുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ടൈപ്സ്, എന്തെല്ലാം മെത്തേഡിലൂടെ നമ്മൾ പഠിക്കുന്നു, എന്തെല്ലാം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഓർഡറോടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഓക്കെ, അത് ഇല്ലെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിനെ അത്രത്തോളം പെട്ടെന്ന് ഓർത്തെടുക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും നിങ്ങളെ അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഈ കാര്യം നിങ്ങൾ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.